ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് സ്വാഗതം. നമ്മൾ എന്തായാലും ക്രിപ്റ്റോയുടെ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ, അത് മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇന്നലെ ഒരു അഗ്രസീവായിട്ടൊരു ബൈയിങ് പ്രഷർ നടന്നു. നിങ്ങൾക്കറിയാം, ഇന്നലെ ഒരു ന്യൂസ് ഉള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏകദേശം ഒരു 6000 പോയിൻറ്റ്, മാർക്കറ്റ് ഏകദേശം 6000 പോയിൻറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. നമുക്കത് ന്യൂസിൻ്റെ ബേസാണെന്ന് ചിന്തിച്ചാൽ തന്നെ അതിനുശേഷം നമ്മൾ ഇന്നെടുത്താൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഓൾറെഡി മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. മാർക്കറ്റ് എക്സാക്റ്റ് ഇന്നൊരു അപ്പ് ആൻഡ് ഡൗണിൽ ഒരു 3500 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനിയും ഒരു ബുള്ളിഷൻസ് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കാണുന്ന ഈ ഒരു സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് മാർക്കറ്റ് ഈ 80,000 വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു സോണിൽ മാർക്കറ്റ് ചെറിയ റിയാക്ഷനാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പുൾ ബാക്കിൽ മാർക്കറ്റിന് മുകളിലേക്കൊരു ട്രേഡ്സ് ഓൾറെഡി എടുക്കാം. നമ്മൾ 1 hourലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോണിലെത്തിയാണ് മാർക്കറ്റ് എക്സാക്റ്റ് ഈ പറയുന്ന 69,500 റേഞ്ചിലേക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ 69,600 റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയാൽ നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് ഓൾറെഡി നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 1,500 പോയിന്റ് വരെ നമുക്ക് ഏകദേശം ടാർഗറ്റ് നോക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു പോയിന്റ് വരെ ഒരു 1,500 അല്ലെങ്കിൽ 2,000 പോയിന്റിനടുത്ത് ഏകദേശം സിമ്പിളായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന് മാർക്കറ്റ് ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ട്രേഡ്സ് എടുക്കുന്നത്. ഓൾറെഡി ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ഇവിടത്തേക്ക് എത്തിയാൽ നമുക്ക് മുകളിലേക്ക് ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യാം. SL നമുക്ക് ഏകദേശം ഒരു 68,700, ഏകദേശം ഒരു 68,700 റേഞ്ച് നമുക്ക് SL നമുക്ക് നോക്കാം. അതെല്ലാം മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്താൽ എക്സാക്റ്റ് ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. 77,600 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു മുകളിലേക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. മോസ്റ്റ് പ്രോബിലിറ്റി ഏകദേശം ഈ ഒരു സോൺ 69,800 സോൺ, ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എക്സാക്റ്റ് നമ്മൾ സോണായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ഒരു മുകളിലേക്ക് ഒരു ട്രേഡ്സ് ഓൾറെഡി നമുക്ക് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഈ ഒരു സോണിലെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇവിടത്തേക്ക് വരുന്ന ഒരു മൂവ്മെൻറ്റ് നോക്കും. ഒരു കറക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ എക്സാക്റ്റ് ഇവിടെ നിന്ന് ട്രേഡ്സ് എടുക്കും. അതല്ല ഒരു ഇമ്പൾസീവ് മൊമെൻറ്റമാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ട്രേഡ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സോണിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. മാർക്കറ്റ് ഇന്നലെ ആ ഒരു ന്യൂസിൻ്റെ എഫക്റ്റിലും ബുള്ളിഷ് ആയെങ്കിലും അതിൻ്റെ കണ്ടിന്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനി ഇതൊരു ചെറിയ ബുള്ളിഷിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. അത് നമുക്ക് എക്സാക്റ്റ് വീക്കിലി സപ്ലൈ വരെ, ഏകദേശം വീക്കിലി സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 80,000 റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഈ വീക്കിലി ടൈം ഫ്രെയിം ഒഴിച്ച് ബാക്കി എല്ലാ ടൈം ഫ്രെയിമും, ഡേയും 4 hour 1 hour ഒക്കെ നമുക്ക് ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും കെയർഫുള്ളായിട്ട് ശേഷം മാത്രമേ താഴത്തേക്ക് ട്രേഡ്സ് വന്നാൽ ഓൾറെഡി നോക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഓൾറെഡി ഇനി എടുക്കാവുന്ന ട്രേഡ്സുകളൊക്കെ ഓൾറെഡി ബുള്ളിഷ് ആയിരിക്കും. അപ്പം ഈ ഒരു സോണിൻ്റെ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മൾ ഇനി പുതിയൊരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, നമുക്ക് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരുമോ അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് നല്ലൊരു ട്രേഡ്സ് ഓൾറെഡി കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. ഇതിൻ്റെ ഒരു അപ്ഡേഷനോട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.